അർദ്ധരാത്രിയിൽ ഘനഘോരമായ ഇരുട്ടിൽ വിജനമായ ഒരു വഴിയിലൂടെ നിങ്ങൾ നടന്നു പോവുകയാണെന്ന് സങ്കല്പിക്കുക. പെട്ടെന്ന് മുന്നിലത് ഒരു ഭീമാകരനായ കാട്ടുപോത്ത്. പേടിച്ചു വിറച്ച് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുന്നു. ഒരു നിമിഷം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ അവിടെ ആ മൃഗമില്ല. പകരം ചോരയിട്ടുന്ന കണ്ണുകളുമായി ഒരു മനുഷ്യൻ നിങ്ങളെ നോക്കി നിൽക്കുന്നു. ഇത് വെറും ഒരു കഥയല്ല. ഒരു കാലത്ത് കേരളത്തിലെ ഗ്രാമങ്ങളെ ഭയത്തിന്റെ മുനയിൽ നിർത്തിയ ഒടിവിദ്യ എന്ന കറുത്ത മന്ത്രവാദത്തിന്റെ നേർക്കാഴ്ചയാണ്. ആരായിരുന്നു യഥാർത്ഥത്തിൽ ഒടിയന്മാർ? അവർക്ക് മൃഗങ്ങളാകാൻ കഴിയുമായിരുന്നു. കേരളത്തിന്റെ പ്രത്യേകിച്ച് മലബാർ ഭാഗങ്ങളുടെ ചരിത്രത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു നിഗൂഢ പ്രതിഭാസമാണ് ഒടിയൻ. പണം വാങ്ങി ശത്രുക്കളെ വകവരുത്താൻ ഒടിവിദ്യ പ്രയോഗിക്കുന്നവരായിരുന്നു ഇവർ. ഇരുളിന്റെ മറവിൽ മാത്രം സഞ്ചരിക്കുന്നവർ. പക്ഷെ ഇവർക്ക് എങ്ങനെയാണ് മൃഗങ്ങളുടെ രൂപം മാറാൻ കഴിഞ്ഞിരുന്നത്? അതിനു പിന്നിൽ ഭയപ്പെടുത്തുന്ന ചില ആചാരങ്ങളുണ്ട്. ഐതിഹ്യങ്ങൾ പറയുന്നതനുസരിച്ച് ഒടിയന്മാർ പിള്ളത്തൈലം എന്നൊരു പ്രത്യേക മരുന്ന് ഉപയോഗിച്ചിരുന്നു. ഗർഭിണികളായ സ്ത്രീകളെ ഭയപ്പെടുത്തി അവരുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജീവനോടെ പുറത്തെടുക്കുന്ന ഭ്രൂണത്തിൽ നിന്നാണ് ഈ തൈലം ഉണ്ടാക്കിയിരുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ശരീരം മരവിക്കും. ഈ തൈലം ചെവിയുടെ പുറകിൽ തേച്ചാൽ ഇവർക്ക് പൂച്ചയോ നായയോ കാട്ടുപോത്തോ ഒക്കെ മാറാൻ കഴിയുമെന്നായിരുന്നു വിശ്വാസം. ഇനി നമുക്കിതിന്റെ പിന്നിലെ യുക്തി നോക്കാം. ശരിക്കും ഇവർ രൂപം മാറിയിരുന്നു? ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഇത് കേവലം ഒരു ഭ്രമം അല്ലെങ്കിൽ ഇല്യൂഷൻ മാത്രമാണ്. ഒടിയന്മാർ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവരും കാടിനെയും രാത്രിയും നന്നായി അറിയുന്നവരുമായിരുന്നു. കറുത്ത വസ്ത്രം ധരിച്ച് മൃഗങ്ങളുടെ തോലുകൾ പുതച്ച് അവയുടെ ശബ്ദം അനുകരിച്ചാണ് ഇവർ ഇരകളെ ആക്രമിച്ചിരുന്നത്. അർദ്ധരാത്രിയിലെ ഇരുട്ടിൽ പെട്ടെന്ന് ഒരു മൃഗരൂപം കാണുമ്പോൾ ഇര ഭയന്നു വിറയ്ക്കും. ആ ഭയത്തെ മുതലെടുത്താണ് ഒടിയൻ ആക്രമിക്കുന്നത്. കഴുത്തൊടിച്ചായിരുന്നു ഇവരുടെ കൊലപാതക രീതി. അതുകൊണ്ടാണ് ഇതിന് ഒടിവിദ്യ എന്ന പേര് വന്നത്. നേരം വെളുക്കുമ്പോൾ വഴിയിൽ കഴുത്തൊടിഞ്ഞു കിടക്കുന്ന മൃതദേഹം കാണുന്ന നാട്ടുകാർ വിശ്വസിക്കും ഇത് ഒടിയന്റെ പണിയാണെന്ന്. കാലം മാറി, വെളിച്ചം വന്നു. ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിയതോടെ ഇരുളിന്റെ മറപ്പറ്റി ജീവിച്ചിരുന്ന ഒടിയന്മാരും ഒടിവിദ്യയും ചരിത്രത്തിന്റെ താളുകളിലേക്ക് മറഞ്ഞു. ഇന്ന് അതൊരു സിനിമാ കഥയോ നാടോടിക്കഥയോ മാത്രമാണ്. എങ്കിലും ഇന്നും വടക്കൻ മലബാറിലെ ചില പഴയ കാരണവന്മാർ പറയും, ഇരുട്ടിലേക്ക് നോക്കി നടക്കുമ്പോൾ സൂക്ഷിക്കണം, എങ്ങാനും ഒരു കറുത്ത രൂപം മുന്നിൽ പെട്ടാലോ. നിങ്ങൾ ഒടിയന്റെ കഥകൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയുള്ള കഥകളുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ക്യൂരിയസ്.